ഹായ് ഓൾ, ഞാൻ ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനടുത്തു നിന്നാണ് ഈ സംസാരിക്കുന്നത്. അപ്പം ഞങ്ങളിവിടെ ഉച്ചയ്ക്ക് ഒരു 1:30 ഒരു നാടോടി സ്ത്രീ ഒരു കുട്ടിയെ കൊണ്ട് ഇവിടെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ കാണുകയും അവരുടെ ഭർത്താവാന്ന് പറയുന്ന ആള് ആ കുട്ടീനെ ഇവര് തട്ടിക്കൊണ്ടു വന്നാന്ന് പറയുകയും ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും ഒന്ന് കൂടി അവരെ ചോദ്യം ചെയ്തു. അപ്പൊ ഹൈ ടെമ്പറേച്ചർ പനിയോടുകൂടി നിൽക്കുന്ന ആ കുട്ടിയെ പലതവണ അവരുടെ കയ്യിൽ നിന്ന് താഴെ വീഴുകയും ഭർത്താവ് അതിനെ അടിക്കാൻ പോവുകയൊക്കെ ചെയ്തു. ആ കുട്ടിയുടെ വയറ്റിലൊന്നുമില്ല, അതൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ അതിനെ ഞങ്ങളെല്ലാരും കൂടെ ചെന്ന് ചോദ്യം ചെയ്ത് ആ കുട്ടീനെ ഞങ്ങള് എടുത്ത് മാറ്റി പോലീസിനും ചൈൽഡ് ലൈനിനും ഏൽപ്പിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്ന് തട്ടിക്കൊണ്ട് വന്നതാന്ന് ഇപ്പൊ ഒരു ന്യൂസ് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. കുട്ടിയെ ഞങ്ങളെല്ലാവരും കൂടി തടഞ്ഞു നിർത്തി ആദ്യം ആ കുട്ടിയെ അവർ വലിച്ചെറിഞ്ഞു. രണ്ടുപേരും വെള്ളമാണെന്ന് പറയുന്നത്. ഞങ്ങളിപ്പോ പോലീസിന് കൈമാറിയിട്ടുണ്ട്. കൂടാതെ ചൈൽഡ് ലൈനിലും ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കുട്ടികളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അത് മാത്രമല്ല, ഞങ്ങൾക്ക് ആ ടൈം ലൈവ് വരാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ ആ കുട്ടീനെ രക്ഷിക്കുന്ന ഒരു തിരക്കിലായിപ്പോയി. ഇപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് അന്നേരം ലൈവ് വരണമായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇതിന്റെ കൂടെ തന്നെ ആ കുട്ടിയുടെ ഫോട്ടോ ഇടുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. ആലപ്പുഴയിൽ ഇതുവരെ 3-4 ദിവസം മുന്നേ ഈ കടയിലുള്ള ആളുകൾ ആ സ്ത്രീനെ കണ്ടപ്പോൾ കുട്ടിയില്ലായിരുന്നു. പക്ഷെ പിന്നീടാണ് കുട്ടി അവരുടെ കൈ വന്നത്. അപ്പൊ കുട്ടീനെ തട്ടിക്കൊണ്ടു വന്ന സ്ത്രീ തന്നെ പറഞ്ഞു ആലപ്പുഴയിൽ നിന്ന് പൊക്കിയതാണെന്ന്. അപ്പൊ ഞങ്ങൾ ഇത് ഷെയർ ചെയ്യുന്നത് ആരെങ്കിലും നിങ്ങളെല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് ഈ കുട്ടിയുടെ റിയൽ പേരൻസിനെ കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്യണം. അപ്പൊ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ ഞങ്ങൾ പോലീസിനെ കോണ്ടാക്ട് ചെയ്യുകയും ഞങ്ങള് ചൈൽഡ് ലൈൻ ഏൽപ്പിക്കുകയും ചെയ്തു. കൂടാതെ ചൈൽഡ് ലൈനിന് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കുട്ടിയെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യുക, കറക്റ്റ് സ്ഥലത്ത് കുട്ടി എത്തിച്ചേരുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പം ഇതിന്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ലൈവ് എടുക്കാൻ പറ്റിയില്ല ആ ടൈമിൽ, ബിക്കോസ് ഞാൻ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈമിലായിപ്പോയി. ഞാൻ ഇതിന്റെ കൂടെ തന്നെ കുട്ടിയുടെ ഫോട്ടോ ഷെയർ ചെയ്യും. നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. താങ്ക് യു.